ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ദൈവത്തിൽ നിന്നൊരു മറുപടി പ്രതീക്ഷിക്കുന്നവരാണ്. എന്ന് കർത്താവേ എനിക്കൊരു മറുപടി കിട്ടും, ഞാൻ കണ്ണുനീരൊരുക്കുന്ന വിഷയത്തിൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, ഞാൻ സങ്കടപ്പെടുന്ന വിഷയത്തിൽ എനിക്കാരും മറുപടി തരാനില്ലാതിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് എപ്പോൾ മറുപടി തരുമെന്നൊരു ചോദ്യം പലരുടെ ഉള്ളിലും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ് ഇന്നത്തെ വചനധ്യാനം. സ്തോത്രം. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയും. യിരെമ്യാവ് പ്രവാചകൻ പ്രവചിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, അവൻ നിനക്ക് ഉത്തരമരുളും. എന്താണ് ഇന്നത്തെ മെസ്സേജ്? ദൈവത്തിൽ നിന്ന് ചില മറുപടി, ദൈവത്തിൽ നിന്ന് ചില ഉത്തരം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും. യഹോവ ഉത്തരമരുളുവാൻ പോകുകയാണ്. നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക്, നീ അറിയാത്ത മഹത്വവും അഗോചരവുമായ കാര്യങ്ങളെ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരും. എത്ര വലിയ കുരുക്കിൽ നീ അകപ്പെട്ട വ്യക്തിയാണോ, എന്നെ ആര് രക്ഷിക്കും, എന്നെ ആര് സഹായിക്കുമെന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കുക. ഒരു മുറിക്കകത്ത് കയറി വാതിലടച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവം നിനക്ക് ഉത്തരം തരും. എലീശാ പ്രവാചകൻ ഒരു സ്ത്രീയുടെ മരിച്ച കുഞ്ഞുമായി ഒരു മുറിക്കകത്തേക്ക് കയറി വാതിലടച്ചു. അവനോടൊരു ചോദ്യമുണ്ട്, നിന്റെ കയ്യിലിരിക്കുന്ന വിഷയത്തിന് ആര് മറുപടി തരും? അല്പ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അതേ പ്രാർത്ഥനാ മുറിക്കകത്ത് നിന്ന് ശവവും ചുമന്നുകൊണ്ടല്ല പ്രവാചകൻ പുറത്തു വന്നത്. ജീവിക്കുന്ന കുഞ്ഞിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പ്രവാചകൻ പുറത്തു വരിക. ഒരേ ഒരു സന്ദേശം. സ്തോത്രം. ദൈവത്തെ വിളിച്ചപേക്ഷിക്ക്, ദൈവം ഉത്തരമരുളും. ഒരു തരത്തിലും പരിഹാരം കിട്ടത്തില്ലെന്ന് നീ മനസ്സിൽ ചിന്തിച്ച കാര്യത്തിൽ വളരെ വ്യക്തതയുള്ള പരിഹാരം നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത റേഞ്ചിൽ നിനക്ക് നൽകി തരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് ആ കർത്താവിനെ മുറുകെ പിടിക്കാം. ആമേൻ. നീ അറിയാത്ത മഹത്വവും അഗോചരവുമായ കാര്യങ്ങളെ നിനക്ക് അവൻ കാണിച്ചു തരും. കർത്താവിനെ മുറുകെ പിടിക്ക്. ഒരു ദോഷവും വരാൻ ദൈവം സമ്മതിക്കത്തില്ല. എല്ലാ വാതിലുകളും അടയുമ്പോൾ നിരാശയുടെ അടിത്തട്ടിലേക്ക് പോകാതെ പ്രത്യാശയുടെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം, വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരമരുളുന്നൊരു ദൈവമുണ്ട്. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവർക്ക് ഉത്തരവരും. അവർ ആഗ്രഹിക്കുന്ന വിഷയത്തിന്മേൽ മറുപടി വെളിപ്പെടുത്തും. അവരുടെ ജീവിതം ഒരു അത്ഭുതമാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിശ്ചയമായും ദൈവത്തെ വിളിച്ചപേക്ഷിക്ക്, ഉത്തരമരുളും. ഗോഡ് ബ്ലെസ്.